രോഗം കൊണ്ട് ഇങ്ങനെ എപ്പോഴും പലതരത്തിലുള്ള ദുഃഖങ്ങളും വ്യാധികളും ചുറ്റി നിൽക്കുമ്പോൾ എങ്ങനെ ഒരുവനെ സ്വസ്ഥനായി ജീവിക്കാൻ പറ്റും? ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനെ മുതൽ നാണ് എപ്പോ വേണമെങ്കിലും ബാധിക്കാം. ഒരു കുട്ടി ജനിച്ച് അധികം കഴിയുന്നതിന് മുൻപേ ചിലപ്പോൾ ആ അമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട് മരിക്കുന്നത് കാണാം. എത്രയോ കാലം ജീവിച്ച് 90-100 വർഷം ജീവിച്ച് ശതാഭിഷേകവും കൂടി കഴിഞ്ഞിട്ട് മരിക്കണത് കാണാം. അപ്പൊ ഇവിടെ മൃത്യുവിന്റെ മുഖത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഒരുവന് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റും? അതാണ്. മരണമില്ലാത്ത വസ്തു അങ്ങനെ ഒന്നില്ല. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ്. ഇങ്ങനെയുള്ള ഈ പുത്രന്റെ വാക്കുകൾ കേട്ട് ഏറ്റവും ഒടുവിൽ ആ പുത്രൻ സമർത്ഥിക്കുന്നത് സത്യമാണ് എന്നാണ്. സത്യമാണ് ഒരിക്കലും നശിക്കാത്തത്. ആ സത്യയോഗപരായണനായി, സത്യാഗമനായി, സത്യവാനായി, സത്യസന്ധനായിരിക്കുക, അത് മാത്രമേ വഴിയുള്ളൂ. അറിവ് തരുന്നത് പോലെ, വിദ്യ പോലെ കാഴ്ച തരുന്ന മറ്റൊരു കണ്ണില്ല. അതാണ് ഉപനേത്രം. അകക്കണ്ണ് തുറപ്പിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഉപനയനം എന്ന് പറയുക. അപ്പോൾ ഒരു അറിവ് നേടാൻ ഒരു കുട്ടിയെ, ഒരു ശിഷ്യനെ ഗുരുവിന്റെ സമീപത്ത് കൊണ്ടുപോയി അവന്റെ അകക്കണ്ണിനെ തുറപ്പിക്കലാണ് ഉപനയനം. അതെല്ലാ അറിവ് നേടുമ്പോഴും നമ്മൾ അത് ചെയ്തിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഗുരുവിന്റെ അടുത്ത് നിന്നും ഗുരുമുഖത്തു നിന്നും വിദ്യ നേടുന്ന സമയത്ത് ഗുരുവിന്റെ അടുത്തേക്ക് ഉപനയിച്ച് കൊണ്ടുപോവുക, അറിവ് നേടുക. അപ്പൊ വിദ്യ പോലെ നമുക്ക് കാഴ്ച തരുന്ന മറ്റ് വേറൊരു കണ്ണില്ല. സത്യം പോലെ വലിയൊരു തപസ്സില്ല. മനുഷ്യനെ ഏറ്റവും അപകടത്തിൽപ്പെടുത്തുന്ന ഒന്ന് രാഗമാണ്. ഏറ്റവും വലിയ ദുഃഖം കൊടുക്കുന്നത് രാഗം. സുഖാനുശയീ രാഗഃ. നമുക്ക് സുഖം തരുന്നു എന്ന് നാം കരുതുന്ന പലതും നേടാൻ വേണ്ടി പ്രയത്നിക്കുക. നേടിക്കഴിയുമ്പോൾ അതുമായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, അതിനോട് ഇങ്ങനെ ഒരു ഒട്ടിച്ചേരലുണ്ടാവും. അതിനെയാണ് രാഗം എന്ന് പറയുക. അതിനെ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല എന്ന്. ത്യാഗം പോലെ മനുഷ്യന് ത്യാഗത്തിന് തുല്യം സുഖം തരുന്ന വേറൊന്നില്ല. അപ്പൊ ഒരുവന് വേണ്ടത് സമത്വം, ഐക്യം, സത്യം, ശീലം, സ്ഥിതി, ആർജവം, ഇതൊക്കെയാണ് എന്നിങ്ങനെ ഈ പുത്രന്റെ ഉപദേശം കേട്ടു അച്ഛന്റെ ആ അജ്ഞാനം നീങ്ങി എന്നാണ്. പിന്നെ മറ്റൊന്ന് പറഞ്ഞതാണ് ശംഭാകഗീത, പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു ഉപദേശം. ഒരു ദരിദ്രനായ ഒരുവനാണ് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച്, പഴയ ഏറ്റവും മുഷിഞ്ഞ, ഒന്നിനും കൊള്ളില്ലാത്തൊരു വസ്ത്രം ധരിച്ച്, വിശപ്പ് സഹിച്ച്, കഴിക്കാൻ കയ്യിൽ ഭക്ഷണം പോലും ഇല്ലാതെ, അങ്ങനെ ഒരു ദരിദ്രനായ ഒരുവന്റെ പേരാണ് ഇവിടെ ശംഭാകൻ എന്ന് പറഞ്ഞത്. അയാൾ പറയാണ്, ലോകത്തിൽ ജനിച്ച ഏതൊരുവനും ജനിച്ച നിമിഷം മുതൽ സുഖവും ദുഃഖവും പിന്തുടരുന്നുണ്ട്. അതിന് പല കാരണങ്ങളാണ്, പല ഘടകങ്ങളാണ് അതിന് നിമിത്തമായിട്ട് വരിക. നമ്മൾ വലിയ ധനിക ഗൃഹത്തിൽ ജനിച്ചതുകൊണ്ട് സുഖമായിരിക്കണം എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഒരു ഏറ്റവും ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയിൽ ജനിച്ചതുകൊണ്ട് എന്നും അങ്ങനെ ആയിരിക്കും എന്നും ഉറപ്പിക്കാൻ പറ്റില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ പല ലാഭവും അതേപോലെ നഷ്ടവും പിന്നീട് ഉണ്ടാവാറുണ്ട്. അപ്പൊ സുഖവും ദുഃഖവും മാറി മാറി ഒരുവനെ ബാധിച്ചുകൊണ്ടിരിക്കും. കാലക്രമേണ ഒരു ദിവസം ഈ ശരീരം വിട്ടു പോകേണ്ടതായി വരും. കാലം കൊണ്ടുപോകും. കാലൻ അല്ലെങ്കിൽ കാലൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ എന്തു വേണം? സുഖത്തിൽ അമിതമായിട്ട് ഹർഷം,
നമുക്ക് സുഖം വരുമ്പോൾ അത്യധികം സന്തോഷിക്കുക, അതിന്റെ ആവശ്യമില്ല. ഒരു മിതമായിട്ടൊക്കെ സന്തോഷമുണ്ടോ ഉണ്ട്, അത് മതി. ദുഃഖത്തിൽ അത്യധികം പരിതപിക്കേണ്ടതുമില്ല. അത് വരേണ്ട സമയത്ത് വരും, ദുഃഖം മാറേണ്ട സമയത്ത് മാറും. അപ്പോൾ സുഖത്തിൽ അധികം ഹർഷം വേണ്ട, ദുഃഖത്തിൽ അധികം പരിതപിക്കേണ്ടതിൻ്റെയും ആവശ്യമില്ല. രണ്ടായാലും നിസ്വനായി സഞ്ചരിക്കുക. അങ്ങനെയെങ്കിൽ ഒരുവന് ഈ ലോകജീവിതം സ്വസ്ഥമായി സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ നിസ്വനായ ഒരുവന് രണ്ടവസ്ഥയിലും അതിനെക്കുറിച്ച് അമിതമായി ആകുലപ്പെടാതെ ഇരിക്കുന്നവന് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയും, സ്വസ്ഥമായി ഉണരാൻ കഴിയും. ഈ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ചിന്തകളാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. അധികം ചിന്തകളൊന്നും ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം കിടന്നാ ഉറങ്ങും. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് എണീക്കും, ഒരു കുഴപ്പമില്ല. ശരീരത്തിനേക്കാൾ നമ്മളെ അലട്ടുന്നത് പല വിചാരങ്ങളാണ്, ചിന്തകളാണ്. അതാണ് പിറ്റേന്ന് ഉണർന്നെഴുന്നേൽക്കുമ്പോഴും ഈ ഇന്നലെ നോക്കിയാൽ മതി, എത്ര സ്വപ്നം കണ്ടു എഴുതി വെച്ചിട്ട് നോക്കുക. അപ്പോഴാണ് എന്തെല്ലാം സ്വപ്ന കണ്ടത്, അത് എവിടുന്ന ഇത് വരണത്. മുൻപ് നമ്മൾ ചെയ്തതായ കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന കുറെ കാര്യങ്ങളുടെ ഒരു മനനമാണ്. അതാണ് ഈ മനസ്സ് കൊണ്ടുവന്ന് ചിത്രരൂപത്തിൽ നമ്മളെ സ്വപ്ന രൂപത്തിൽ കാണിക്കുന്നത്. അപ്പൊ സുഖമായി ഉറങ്ങാനും ഉണരാനും നിസ്വനായ ഒരുവന് കഴിയും. അത് പഥ്യമായതാണ്, അനാമയമായതാണ്. ശരീരത്തിന് രോഗമില്ലാതെ ആരോഗ്യത്തോടുകൂടി, അതിന് പ്രത്യേകിച്ച് വേറെ ഔഷധം ഇല്ലെങ്കിലും നിസ്വനായ ഒരുവന് ഇതൊന്നും ബാധിക്കില്ല എന്നാണ്. ഇപ്പൊ സമ്പൽ സമൃദ്ധിയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ കഴിയുന്ന ഒരുവൻ, അവന് ഈ മനോനിയന്ത്രണം സാധ്യമല്ല എങ്കിൽ എന്തു പറ്റുന്നു? അതിലും മുഴുകിപ്പോവും എന്നാണ്. എങ്ങനെയാണ്? താമരയുടെ ഉള്ളിൽ തേൻ കുടിക്കാൻ വേണ്ടി പോകുന്ന വണ്ട് അതിന്റെ പണി കഴിഞ്ഞാൽ, ആവശ്യം കഴിഞ്ഞാൽ പുറത്തു വന്നില്ലെങ്കിൽ കുഴപ്പം എന്താണ്? ഈ താമരയ്ക്ക് ഈ സൂര്യൻ അസ്തമിച്ചാൽ അത് കൂമ്പിപ്പോകുക എന്നൊരു പ്രകൃതമുണ്ട്. സൂര്യൻ അസ്തമിച്ചു, സന്ധ്യ ആയി കഴിഞ്ഞാൽ താമരയുടെ എതളുകൾ വീണ്ടും പഴയ പോലെയാവും. അപ്പൊ അതിന്റെ ഉള്ളിൽ പെട്ടുപോകും വണ്ട്. അതിന്റെ മൂർച്ചയുള്ള കൊമ്പുകളെ കൊണ്ട് അതിന് വേണമെങ്കിൽ തുളച്ചു പുറത്ത് കിടക്കാം, പക്ഷെ അത് ചെയ്യില്ല. ഇതിന്റെ ഉള്ളിലെ ഈ തേൻ നുകർന്നുകൊണ്ട് അതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. പിറ്റേന്ന് പ്രഭാതമായാൽ ഈ ഇതളുകൾ വീണ്ടും വിരിയും, പക്ഷെ വിരിഞ്ഞുകൊള്ളണമെന്ന് ഉറപ്പില്ല. വേറെ അപകടമുണ്ട്. ഈ രാത്രികാലങ്ങളിലൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന ആനകളുണ്ട്. അത് ഈ താമര പിഴുത് കഴിക്കും. പലപ്പോഴും അതിൻ്റെ ഉള്ളിൽ പെട്ടിരിക്കുന്ന വണ്ടുകൾക്കും അങ്ങനെ ആപത്ത് സംഭവിക്കുന്നത് കാണാം. അപ്പൊ പലതിലും നമ്മൾ അമിതമായി മുഴുകി മയങ്ങിപ്പോകുമ്പോൾ എന്താണ്? പലതരത്തിലും അത് ബാധിക്കുന്നതാണ്. പല ദോഷങ്ങളും ബാധിക്കുന്നു. ദുരഭിമാനം ഉണ്ടാകുന്നു. ധനം കൊണ്ടുള്ള ഗർവ്, താൻ അഭിജാതനാണ് എന്ന് അഭിമാനിക്കുക, സിദ്ധനാണ് എന്ന് തോന്നുക. ചിലപ്പോ അങ്ങനെയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഫലിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സിദ്ധനാണ്. വേണമെങ്കിൽ ബോർഡും വയ്ക്കും. അപ്പോൾ 10 ആള് കൂടും, സിദ്ധനാണ്. നമ്മൾ പിന്നെ അങ്ങനെയുള്ളതിൻ്റെ ഒക്കെ പിറകെ പോവാൻ നമുക്കൊരു മടിയില്ല. അപ്പോൾ മതമുണ്ടാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സങ്കടങ്ങൾ, പിന്നീട് നമുക്ക് ദുഃഖം തരുന്നതായ കാര്യങ്ങൾ, അപ്പൊ എവിടെയാണ് നമുക്ക് ഇതിനൊക്കെ പരിഹാരം കണ്ടെത്തേണ്ടത്? ബുദ്ധിയിലാണ് ചികിത്സ വേണ്ടത് എന്നാണ്. നമുക്ക് ഭ്രമമുണ്ടാക്കുന്നതൊക്കെ ഈ ബുദ്ധിയുടെ ഇതാണ്, ബുദ്ധിയുടെ പ്രകൃതമാണ്. അപ്പൊ ചികിത്സ ചെയ്യേണ്ടത് അവിടെ തന്നെയാണ്. വയറുവേദന എടുക്കുന്ന ഒരാൾക്ക് ഒരു വിക്സോ അമൃതാഞ്ജനോ കൊടുത്തിട്ട് വയറിന്റെ പുറത്ത് പുരട്ടിക്കൊള്ളാൻ പറഞ്ഞ കാര്യമൊന്നുമില്ല. വയറിന്റെ വേദന അകത്താണ്, വേദനയ്ക്ക് കാരണം അകത്താണ്. പുറമെ വയറ്റിന്റെ പുറത്ത് ഇങ്ങനെ തിരുമ്മി കൊടുക്കുക, കുറെ വിക്സോ അമൃതാഞ്ജനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെയിൻ ബാം, ഒരു പ്രയോജനമില്ല, രോഗം മാറില്ല. ഈ നമ്മളെ ക്ലേശിപ്പിക്കുന്ന, നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നതായ പലതും ബുദ്ധിയുടെ തലത്തിലാണ്. അപ്പൊ ചികിത്സ വേണ്ടതും അവിടെയാണ്.